നമ്മുടെ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൈ പിടിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അതേതാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? സലാം പറഞ്ഞുകൊണ്ട് പരസ്പരം കൈ കൊടുക്കുമ്പോൾ, ഹസ്തദാനം ചെയ്യുമ്പോൾ, ആലിംഗനം ചെയ്യുമ്പോൾ ആണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അബൂ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു ഒരു സംഭവം പറയുന്നത് നോക്കുക. അദ്ദേഹം പറയുകയാണ്, ഒരിക്കൽ ഞാൻ ബറാഅ് ബിൻ ആസിബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുകയാണ്. അങ്ങനെ അദ്ദേഹം എന്നോട് സലാം ചൊല്ലി എന്ന് മാത്രമല്ല, എൻ്റെ കൈ പിടിച്ചു ഹസ്തദാനം ചെയ്തുകൊണ്ട് അദ്ദേഹം ചിരിക്കുകയാണ്. എന്നിട്ട് ബറാഅ് ബിൻ ആസിബ് എന്നവർ എന്നോട് ചോദിക്കുന്നു, ഞാൻ എന്തിനാണ് നിങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് നിങ്ങൾക്കറിയുമോ? അബൂ ഇസ്ഹാഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതൊന്നും എനിക്കറിയില്ല. ഏതായാലും നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യൂ, അതെനിക്കറിയാം. അപ്പോൾ ബറാഅ് ബിൻ ആസിബ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുമുട്ടിയപ്പോൾ അവിടുന്ന് ഇങ്ങനെയാണ് എന്നെ സ്വീകരിച്ചത്. പിന്നെ അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ്, ഞാൻ ഇങ്ങനെ സമീപിച്ചത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അപ്പോഴും അബൂ ഇസ്ഹാഖ് എന്നവർ പറയുകയാണ്, എനിക്കറിയുകയില്ല, ഞാൻ അറിയുകയില്ല, താങ്കൾ പിന്നെ നല്ലതല്ല ചെയ്യുകയുള്ളൂ എന്ന് ഞാൻ മറുപടി പറഞ്ഞു. അപ്പോൾ ബഹുമാനപ്പെട്ട ബറാഅ് ബിൻ ആസിബ് എന്ന് പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് രണ്ട് വിശ്വാസികൾ തമ്മിൽ കണ്ടുമുട്ടി, സലാം ചൊല്ലി, ഹസ്തദാനം നടത്തി, എന്നാൽ അല്ലാഹു ജല്ല വഅല അവരുടെ കൈ പിടിക്കുന്നതാണ്. മാഷാ അല്ലാഹ്. അള്ളാഹു കൈ പിടിക്കും എന്ന് പറഞ്ഞാൽ അതിന് ഒരു വിശദീകരണമുണ്ട്. അതായത് വളരെ സവിശേഷമായ കാരുണ്യം അവർക്ക് അള്ളാഹു നൽകും എന്നതാണ് അതിൻ്റെ വിശദീകരണം. അത് മാത്രമല്ല, ഈ രണ്ട് വ്യക്തികൾ പിരിഞ്ഞു പോകുമ്പോഴേക്കും അവരുടെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുകയും ചെയ്യും. മാഷാ അല്ലാഹ്. ഹസ്തദാനം ചെയ്യാൻ ഒരിക്കലും മടിക്കരുത്. ഒരാൾക്ക് കൈ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സാധാരണ ശീലത്തിന് പുറമെ അതിൽ ആത്മീയമായി പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന നല്ലൊരു പ്രതിഫലം ലഭിക്കുന്ന ഒരു വിഷയം കൂടി അതിലുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഒരുപാട് നന്മകൾക്ക് ഹേതു